മെൽജോ ഡയറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് കോട്സ്വെൽഡിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സാരൻസിസ്റ്റർ എന്ന സ്ഥലത്താണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് നോക്കുമ്പോൾ ഒരു ചെറിയ ബ്രിഡ്ജ് പോലെ തോന്നും, പക്ഷേ ആക്ച്വലി ഇത് വെള്ളത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന ഒരു സ്ലൂയിസ് ഗേറ്റ് ആണ്. പഴയ ഇംഗ്ലീഷ് ടൗൺസിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു വാട്ടർ മാനേജ്മെൻറ്റ് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് സാരൻസിസ്റ്ററിൻ്റെ ഏറ്റവും ഐക്കോണിക് ലാൻഡ്മാർക്ക്, ചർച്ച് ഓഫ് സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. 12ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഈ ചർച്ച് ടൗണിൻ്റെ ഒരു ലോങ് ഹിസ്റ്ററിയുടെ ഒരു ലിവിങ് സിമ്പലാണ്. സാരൻസിസ്റ്റർ ഒരിക്കലൊരു വളരെ പ്രധാനപ്പെട്ട മാർക്കറ്റ് ടൗൺ ആയിരുന്നേ. പ്രത്യേകിച്ച് വൂൾ ട്രേഡ് കൊണ്ടാണ് ഈ ടൗൺ വലിയ രീതിയിൽ സമ്പന്നമായത്. അക്കാലത്ത് ഈ ടൗണിൻ്റെ വെൽത്ത് ചർച്ചിൻ്റെ വളർച്ചയിലും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചിനെ പലരും വൂൾ ചർച്ച് എന്നും വിളിക്കാറുണ്ട്. എനിക്കിവിടെ വളരെ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം, ഇത് ഒരു പഴയ ഹിസ്റ്റോറിക് ചർച്ചായിട്ടും ഇന്നും വളരെ വെൽക്കമിങ് ആയ ഒരു സ്പേസായി ഫീൽ ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള പള്ളികളിലൊന്നും കാണാത്തൊരു കാര്യമാണ്. അതായത് പള്ളിയുടെ ഉള്ളിൽ തന്നെ ചെറിയ ബുക്ക് സ്റ്റോൾസ് ഉണ്ടായിരിക്കും. ഈ കാണിച്ചിരിക്കുന്നത് 1978 ഒരു ചിത്രമാണ്. ഈ ഇമേജിൽ കാണുന്നത് റാൽഫ് പാഴ്സൺ അൾത്താരയുടെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതാണ്. അദ്ദേഹം ധരിച്ചിരുന്ന മേലങ്കിയാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ജോർജ് മൊനാക്സ് എന്ന ഒരു വൂൾ മർച്ചൻറ്റിൻ്റെ ഒരു മോണുമെൻ്റ് ആണ്. ഇതിനടുത്തായി തന്നെ പള്ളിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഓർഗനും കാണാൻ കഴിയും. ഈ ഓർഗൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? നമുക്കാണെങ്കിൽ മാനുവലായിട്ട് വായിക്കാനുള്ള കീബോർഡ്സ് ഉണ്ട്, മാത്രമല്ല പെഡൽസ് ഉണ്ട്, ഇരിക്കാനുള്ള ബെഞ്ച് അറ്റാച്ച്ഡ് ആണ്. അതുമാത്രമല്ല സൗണ്ട് കൺട്രോൾ ചെയ്യുന്ന നോബ്സും ഇതിനുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നേവ്, അതായത് ചർച്ചിൻ്റെ മെയിൻ സെൻട്രൽ ഹാൾ. ഈ നേവിൻ്റെ പ്രത്യേകത എന്തെന്നാൽ വലിയ പോയിൻറ്റഡ് ആർച്ചാണുള്ളത്. അതുമാത്രമല്ല ഇത് വളരെ ടോളാണ്, ഒരു ഓപ്പൺ വെർട്ടിക്കൽ സ്പേസും കൊടുക്കുന്നുണ്ട്. സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചർച്ചിന് 6 ചാപ്പലുകളാണുള്ളത്. 1 സൗത്ത് ചാപ്പൽ, മറ്റ് 2 മദ്ബഹയോട് ചേർത്തിട്ടുള്ള നോർത്ത് ചാപ്പൽ, 4 ട്രിനിറ്റി ചാപ്പൽ, 5 സെൻറ്റ് കാത്തറിൻസ് ചാപ്പൽ, 6 ലേഡി ചാപ്പൽ. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ ചർച്ചിൻ്റെ ഒരു ഓവറോൾ സ്റ്റൈലിനെ കുറിച്ചിട്ടാണ്. ഇവർ ഫോളോ ചെയ്തിരിക്കുന്നത് പെർപെൻഡിക്കുലർ ഗോത്തിക് സ്റ്റൈലാണ്. അതായത് വളരെ ഉയർന്ന വെർട്ടിക്കൽ ലൈൻസ്, വലിയ ജനലുകൾ, സ്റ്റോൺ ലൈക്ക് പാറ്റേൺസ്, ഫാൻ വോൾ സീലിംഗ്. ഫാൻ വോൾ സീലിംഗ് എന്ന് പറയുന്നത് സീലിംഗിൽ കല്ലുകൊണ്ട് നിർമ്മിച്ച റിബ്സ് ഒരു ഫാൻ പോലെ തോന്നിക്കും. അതുമാത്രമല്ല ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോൺ കോട്സ്വെൽഡ് ലൈം സ്റ്റോൺ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചിനൊരു വാം ഹണി ഗോൾഡ് കളർ. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ബൊലിൻ കപ്പ്. 1535 ക്വീൻ എലിസബത്ത് ഒന്നാമൻ്റെ അമ്മയായ ആൻ ബൊലിൻ നിർമ്മിച്ച കപ്പാണിത്. ഇനി അങ്ങോട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് ഒത്തിരി അധികം ടൂം കാണാം. ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പ്ലീസ് ടു കമൻറ്റ് നിങ്ങൾ ഈ വീഡിയോയിൽ എത്ര ടൂം കണ്ടിട്ടുണ്ടെന്ന്. അതുമാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ചർച്ചിലും നമ്മൾ നോക്കിയാലാണെങ്കിൽ കുറേ ക്രിയേച്ചേഴ്സ് അല്ലെങ്കിൽ ആനിമൽസിൻ്റെ കാർവിങ്സും കാണാം. അതും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം.
ഇത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഈ ചർച്ച് ഓർഗൻ്റെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആണിത്. അതായത് നമ്മൾ വിചാരിക്കുക ഇതൊരു ജസ്റ്റ് ഒരു ഡെക്കറേറ്റീവ് പൈപ്പ്സ് ആണെന്ന്, പക്ഷേങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു ഓർഗനാണ്. അതായത് പെഡൽ പൈപ്പ്സ്, സോളോ ബോക്സ് എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ചില പെഡൽ പൈപ്പ്സ് പെൻസിൽ ലെന്ത് വരെ ചെറുതും ചിലത് 32 ഫീറ്റ് വരെ നീളമുള്ളതുമാണ്. അതായത് പൈപ്പിൻ്റെ നീളം കൂടുന്തോറും അതിൽ നിന്ന് വരുന്ന ശബ്ദം കൂടുതൽ ഡീപ്പായിരിക്കും. ചർച്ചിൽ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയത് സയറൻസിസ്റ്റർ ടൗണിലേക്കാണ്. ഇംഗ്ലണ്ടിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് സെൻ്റർ ആയിരുന്നു സയറൻസിസ്റ്റർ. എസ്പെഷ്യലി വൂൾ ട്രേഡ് കൊണ്ടാണ് ഈ സ്ഥലം വളരെ ഫേമസ് ആയത്. അക്കാലത്ത് വൂൾ ഒരു വാല്യുബിൾ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ മെർച്ചൻസ് ഇവിടെ വന്ന് ബിസിനസ് ചെയ്തു. അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ബിൽഡിങ്സും സ്ട്രീറ്റും എല്ലാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും വേണം, ലൈക്കും ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.